ഹരേ കൃഷ്ണ. ഭീമൻ കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്ന കഥാഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ആ മാർഗമധ്യേ ഹനുമാനെ ഭീമൻ കണ്ടുമുട്ടുന്നു. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ഹനുമാൻ പറയുകയാണ്, നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട, നീ ഇവിടെ നിന്ന് വെണീറ്റ് മാറിക്കിടക്കുക, എനിക്ക് പോകുവാൻ ധൃതിയുണ്ട്. ഇത് ഭീമൻ ഹനുമാനോട് പറയുകയാണ്. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, നീ ആരാണ്? എന്താണ് പറയുന്നത്? കേൾവിക്കുറവ് കാരണം നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. അതിനാൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉറക്കെ പറയുക. അത് കേട്ട് ഭീമസേനൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വഴിയിൽ വാലും നീട്ടിയിട്ട് നീ എനിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. വേഗം അത് ചുരുട്ടിയെടുത്തുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോയി കിടക്കുക. ഇത് കേട്ടപ്പോൾ മാരുതി അല്പം അഭിനയം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ, അത് ശരി, നമ്മുടെ വാല് വഴിയിൽ കിടക്കുന്നത് മൂലം നിനക്ക് കടന്നു പോകുവാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ? എന്തു ചെയ്യാം, വയസ്സേറെയായി, കണ്ണിന് കാഴ്ച തീരെയില്ല, കാതുകൾ കേൾക്കാൻ വയ്യ എന്ന് കരുതി വാല് മുറിച്ച് കളയുവാൻ പറ്റുമോ? അവശത മൂലം എണീറ്റ് മാറാനും ബുദ്ധിമുട്ടാണ്. അതിനാൽ നീ മറ്റു മാർഗം നോക്കുക. ഭീമസേനന് ഹനുമാന്റെ മറുപടി ഒട്ടും രസിച്ചില്ല. ഇത്രയും വയസ്സനായ ഒരു കുരങ്ങനല്ലായിരുന്നുവെങ്കിൽ ഒരൊറ്റയടിക്ക് അവനെ കാലപുരിക്ക് അയക്കാമായിരുന്നു. അല്ലെങ്കിൽ അതിനെ എങ്ങനെ തൊടാനാണ്? വേണമെങ്കിൽ ഗത കൊണ്ട് തോണ്ടിയെറിയാം. വേണ്ട, ഒരു മംഗളകാര്യത്തിന് പോകുമ്പോൾ വഴിക്കൊന്നും ഉണ്ടാകേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഭീമസേനൻ അങ്ങനെ പറഞ്ഞത്. ഹേ മർക്കട, നിന്റെ കഥയൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. വീരന്മാർ ഒരിക്കലും പ്രാണികളെ മറികടന്ന് യാത്ര ചെയ്യുകയില്ല. തടസ്സം സൃഷ്ടിച്ചെന്ന് കരുതി പിന്തിരിഞ്ഞു പോവുകയുമില്ല. അഹങ്കാരിയായ ഭീമന്റെ വാക്ക് ആഞ്ജനേയനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ വീരനാണെന്ന് പറഞ്ഞല്ലോ. ആരാ പറഞ്ഞത് വീരനാണെന്ന്? സ്വയം പറഞ്ഞതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? എന്തൊക്കെ വീര്യകൃത്യങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? ഒന്ന് പറയൂ, കേൾക്കട്ടെ. എനിക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ പോലും വയ്യ. നിന്റെ വീരകഥകൾ കേട്ട് എനിക്ക് പ്രചോദനമുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗത്ത്.